GST പോർട്ടലിൽ വന്നിട്ടുള്ള പുതിയ 3 അപ്ഡേറ്റുകൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഞാൻ ഇക്കിന, GST പ്രാക്ടീഷണറാണ്. ഇതിൽ ആഗസ്റ്റ് 23 വന്നിട്ടുള്ള ആദ്യത്തെ അപ്ഡേറ്റ് ആണ് ബാങ്ക് അക്കൗണ്ട് ഫർണിഷ് ചെയ്യുന്നത്. അതായത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, പുതിയ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ ഉടൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം, GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളത്. അത് ആദ്യം ഉണ്ടായിരുന്നത് രജിസ്ട്രേഷൻ എടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ എന്നായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്, നിങ്ങൾ GSTR1 റിട്ടേൺ ഫയലിംഗ് അല്ലെങ്കിൽ IFF റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ട് GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. ഈ അപ്ഡേറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത്, GST രജിസ്ട്രേഷൻ പുതിയൊരു രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ്, നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ അപ്രൂവ് ആയി കിട്ടിയതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് GSTR1 റിട്ടേൺ ഫയലിംഗ് അല്ലെങ്കിൽ IFF റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പ്, ഇത് രണ്ടിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത്, അതായത് GSTR1 ഓർ IFF റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ എടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ, ഇത് രണ്ടിൽ ഏതാണോ എർലിയർ ആയിട്ട് വരിക, അതിന് മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണെന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്. ഇതിൽ പറയുന്നത്, നിങ്ങൾ ടാക്സ് പേയേഴ്സിനോട് ഇതുപോലെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നിട്ടുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഓരോരോ ടൈം ടു ടൈം നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് GST ഡിപ്പാർട്ട്മെന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ടാക്സ് പേയറോട് എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ ഈ പുതിയ റൂൾ എൻഫോഴ്സിലേക്ക് വരുന്നതാണ് പറയുന്നത്. അതായത് നിങ്ങൾ GST അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ GSTR1 റിട്ടേൺ ഫയലിംഗ് ഓർ IFF റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് GSTR1 റിട്ടേൺ ഫയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആവുള്ളൂ. അതുകൊണ്ട് ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, എല്ലാ ടാക്സ് പേയേഴ്സും നിങ്ങൾ ആരൊക്കെയാണോ വാലിഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതിൽ GST പോർട്ടലിൽ കാണിക്കാത്തത്, അവരെല്ലാവരും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യാനാണ് പറയുന്നത്. അതിൽ എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത് എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നേവിഗേഷൻ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ GST പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ എന്ന ടാബിൽ പോയിട്ട് അതിൻ്റെ താഴെ സർവീസസിലേക്ക് പോയിട്ട് അമെൻമെന്റ് ഓഫ് രജിസ്ട്രേഷൻ നോൺ കോർ ഫീൽഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മുകളിൽ ബാങ്ക് അക്കൗണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് വേണോ ലിങ്ക് ചെയ്യാൻ, അത്രയും ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ കൊടുത്തിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, വാലിഡ് ആയിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് GST പോർട്ടലുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ പിന്നെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ GST പോർട്ടലിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഓഗസ്റ്റ് 2024 GSTR1 റിട്ടേൺ ഫയലിംഗ് നിങ്ങൾക്ക് ചെയ്യാനാവില്ല എന്നാണ് നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, GST പോർട്ടലിൽ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് കൂടി GST പോർട്ടലിൽ വന്നിട്ടുണ്ട്. അതാണ് അടുത്ത രണ്ടാമത്തെ അപ്ഡേറ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് വെച്ചാൽ, ടാക്സ് പേയേഴ്സിന് റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്യാൻ നിങ്ങൾ ടാക്സ് പേയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ഒരു സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അക്യൂരസി കിട്ടും, ഒരു ട്രാൻസ്പെറൻസിയും കിട്ടും. പിന്നെ ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസമിന്റെ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ കുറച്ചും കൂടി ഒരു അക്യൂരസി കിട്ടും. ഇത് GSTR3B പോർട്ടലിലാണ് വന്നിട്ടുള്ളത്, GSTR3B ഫോമിലാണ് വന്നിട്ടുള്ളത്. അതിൽ ടേബിൾ നമ്പർ 3.1D പിന്നെ ITC ടേബിളിൽ 4A സബ്സെക്ഷൻ 2 പിന്നെ 4A സബ്സെക്ഷൻ 3, ഇത് രണ്ടിലുമാണ് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസമിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഒരു പെർട്ടിക്കുലർ റിട്ടേൺ പീരീഡിലെ GSTR3B റിട്ടേൺ പീരീഡിലെ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഈ GSTR3B എന്ന ഫോമിൽ
ടേബിൾ നമ്പർ 3.1 പിന്നെ ITC സ്റ്റേറ്റ്മെന്റിലുമാണ് ഇതിന്റെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോൾ തൊട്ടാണ് അപ്ലിക്കബിൾ ആവുന്നത് എന്ന് വെച്ചാൽ മന്ത്ലി റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഗസ്റ്റിന്റെ ടാക്സ് പീരിയഡിൽ തൊട്ടും പിന്നെ ക്വാർട്ടർലി റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ജൂലൈ ടു സെപ്റ്റംബർ 2024 റിട്ടേൺ ഫയലിംഗ് ചെയ്യുന്ന ടാക്സ് പീരിയഡിൽ വെച്ചുമാണ് ഈ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത്. ഈ RCM ലയബിലിറ്റി അല്ലെങ്കിൽ ITC സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാന്ന് വെച്ചാൽ സർവീസസിലേക്ക് പോയിട്ട് പിന്നെ അതിൽ ലെഡ്ജർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാം. ഇനി RCM ലയബിലിറ്റിയിൽ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്ന് നോക്കാം. ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു നേവിഗേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കാണിക്കാം. ആദ്യം ലോഗിൻ ചെയ്തിട്ട് റിപ്പോർട്ടിംഗ് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സർവീസസ് ടാബിലേക്ക് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഡ്ജറിലേക്ക് പോവുക. എന്നിട്ട് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റിപ്പോർട്ട് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ സപ്പോസ് ടാക്സ് പേയേഴ്സ് ഏതെങ്കിലും GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് RCM പേ ചെയ്തിട്ട് ITCയിൽ അത് കാണിച്ചിട്ടില്ല, റിവേഴ്സ് ചാർജ് ഇൻപുട്ട് ടാക്സ് ക്ലെയിം എടുത്തിട്ടില്ല ഫോർ എനി റീസൺ കൊണ്ട് അത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ നേവിഗേറ്റ് ചെയ്തിട്ട് അതിൽ ഓപ്പണിംഗ് ബാലൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂല് കാണിക്കുക. അതായത് നിങ്ങൾ എത്രയാണോ RCM എക്സസ് വാല്യൂ പേ ചെയ്തത് അതിന് പോസിറ്റീവ് വാല്യൂല് കാണിക്കാം. അത്ര അമൗണ്ട് നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂല് കാണിക്കാം. ഇനി സപ്പോസ് നിങ്ങൾ GSTR 3Bയിൽ ITCയിൽ നിങ്ങൾ ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു, അവൈൽ ചെയ്ത്, അതായത് റിവേഴ്സ് ചാർജ് മെക്കാനിസമിന്റെ അമൗണ്ട് ITCയിൽ ഓൾറെഡി കാണിച്ചിട്ട് അവൈൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടേബിൾ നമ്പർ 3.1Dയിൽ നിങ്ങൾ കാണിച്ചിട്ടില്ല, അതായത് നിങ്ങൾ RCM പേ ചെയ്തിട്ടില്ല, ബട്ട് ഓൾറെഡി ITC അവൈൽ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ അമൗണ്ട്, നിങ്ങൾ എത്രയാണോ എക്സസ് അമൗണ്ട് നിങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ളത് ബട്ട് ലയബിലിറ്റി പേ ചെയ്യാതെ ക്ലെയിം ചെയ്തിട്ടുള്ളത്, ആ അമൗണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ബാലൻസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RCM ലയബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ അതിനെ നെഗറ്റീവ് വാല്യൂല് നിങ്ങൾ എത്രയാണോ എക്സസ് അമൗണ്ട് ക്ലെയിം ചെയ്തത് അതിനെ നെഗറ്റീവ് വാല്യൂ കാണിച്ചിട്ട് കാണിക്കാവുന്നതാണ്. ഇനി പ്രീവിയസ് ടാക്സ് പീരിയഡിൽ RCM ഓൾറെഡി പേ ചെയ്ത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ക്ലെയിം ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ടാക്സ് പേയേഴ്സ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ നെക്സ്റ്റ് വരുന്ന ടാക്സ് പീരിയഡിൽ ടേബിൾ നമ്പർ 4B2 എന്ന ടേബിളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ RCM GSTR 3Bയിൽ ടേബിൾ നമ്പർ 4B2ൽ നിങ്ങൾക്ക് നിങ്ങളുടെ RCM എന്താണോ ക്ലെയിം ചെയ്യാനുള്ളത് ഓൾറെഡി റിവേഴ്സ് ചെയ്തത് അത് അവിടെ കാണിക്കാം. ആ പെർട്ടിക്കുലർ ടാക്സ് പേയർ നിങ്ങളുടെ RCM ITC ഇൻപുട്ട് ക്ലെയിം എന്താണോ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഓൾറെഡി റിവേഴ്സ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങളുടെ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ ടേബിൾ നമ്പർ 4A5 എന്ന ടേബിളിൽ നിങ്ങൾ ഓൾറെഡി റിവേഴ്സ് ചെയ്തിട്ടുള്ള RCM ബട്ട് ITC ക്ലെയിം എടുക്കാത്തത് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. പിന്നെ ഒരിക്കൽ നിങ്ങൾ അതിൽ കാണിച്ചതിന് ശേഷം, അതായത് 4A5 കാണിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കൽ അതിനെ പിന്നെയും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 4A2 അല്ലെങ്കിൽ 4A3 എന്ന ടേബിളിൽ പിന്നെ അത് റിപ്പീറ്റഡ്ലി ITC ക്ലെയിം കാണിക്കാൻ പറ്റില്ല. അങ്ങനെ സപ്പോസ് നിങ്ങൾ ഡബിൾ 2 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് RTC ഫോമിന്റെ ഓപ്പണിംഗ് ബാലൻസിൽ കാണിക്കേണ്ടതാണ്. ഇനി ഓപ്പണിംഗ് ബാലൻസിൽ റീകൺസിൽ ചെയ്യേണ്ടത് ഏത് വരെയുള്ളതാണെന്ന് നോക്കാം. ഇപ്പോൾ മന്ത്ലി ടാക്സ് പേയർ ആണെങ്കിൽ നിങ്ങൾ കൺസിൽ ചെയ്യേണ്ടത് ജൂലൈ 2024 വരെ ഉള്ള ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇതിൽ കാണിക്കേണ്ടത്. അതായത് RCM ലയബിലിറ്റി ഓർ ITC സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ജൂലൈ 2024 വരെയുള്ള നിങ്ങളുടെ RCM ആണ്. ഇപ്പൊ നിങ്ങൾ ക്വാർട്ടർലി ടാക്സ് പേയർ ആണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ 24-25 നിങ്ങളുടെ Q1 വരെയുള്ളതാണ് ഇതിൽ കാണിക്കേണ്ടത്. അതായത് ഏപ്രിൽ ടു ജൂൺ 2024 വരെയുള്ള നിങ്ങളുടെ RCM ആണ് ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കേണ്ടത്. ഇനി നിങ്ങൾ കാണിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസിൽ എന്തെങ്കിലും അമെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി എങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ
30-ാം തീയതി നവംബർ 30 വരെ ടൈം തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസിൽ എന്താണ് വാല്യൂ എൻറ്റർ ചെയ്തിട്ടുള്ളത്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ 3 പ്രാവശ്യം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് നവംബർ 30 അതിനുള്ളിൽ നിങ്ങൾക്ക് എൻറ്റർ ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് ബാലൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ ചെയ്യാനുള്ള ഇതില്ല. അത് നവംബർ 30 ശേഷം നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇതാണ് GST പോർട്ടലിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ്. പിന്നെ മൂന്നാമത് വന്നിട്ടുള്ള അപ്ഡേറ്റ് അത് ബയോമെട്രിക് ഓഫ് ആധാർ വെരിഫിക്കേഷൻ. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലത്തേക്കുള്ളതായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ ഹൈദരാബാദ്, അങ്ങനെ ഏതൊക്കെയോ 2-3 സ്റ്റേറ്റിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു. അതിൻ്റെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോനെ കാർഡ് ഞാൻ അവിടെ മുകളിൽ കൊടുക്കാം. അതൊന്ന് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ വെറുതെ പിന്നെ അത് പറഞ്ഞതേ പിന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യണില്ല. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്ന് മാത്രം ഞാൻ പറയാം. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് ദാദ്ര ആൻഡ് നഗർ ഹവേലി, പിന്നെ ദമാൻ ആൻഡ് ദിയു, പിന്നെ ചണ്ഡീഗഡ്. ഇത് 3 സ്ഥലത്തിലേക്കാണ് ആ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് ഈ ആധാർ വെരിഫിക്കേഷന് ബയോമെട്രിക് കൊടുക്കണം എന്ന അപ്ഡേറ്റ്. ഈ 3 സ്ഥലങ്ങളിലേക്ക് പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് ക്രമേണ വരുമെന്നാണ് GST ടീം അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് GST റിലേറ്റഡ് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ്. എൻ്റെ ടീമിൽ ഇപ്പോൾ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ടാക്സ് എക്സ്പേർട്സ് ഉണ്ട്, പിന്നെ ഓഡിറ്റേഴ്സ് ഉണ്ട്, ലീഗൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള എല്ലാ ലീഗൽ സപ്പോർട്ടായാലും ശരി, ഓഡിറ്റിംഗ് സപ്പോർട്ടായാലും എല്ലാ ഒരു കമ്പനിക്ക് ആവശ്യം എല്ലാ സർവീസസും ഞങ്ങളുടെ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് ആവശ്യമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്